ഇന്നലെ ബംഗാളിൽ പ്രധാനമന്ത്രിയുടെ പര്യടനം തീർന്നാൽ ഉടൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമെന്ന് രാഷ്ട്രീയത്തിൻ്റെ ബാലപാഠം അറിയാമെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇന്നലെ അദ്ദേഹത്തിൻ്റെ പര്യടനം കഴിഞ്ഞു. കേരളത്തിൽ വന്നു, ആസാമിൽ പോയി, തമിഴ്നാട്ടിൽ പോയി, ബംഗാളിലാണ് അവസാനത്തെ പര്യടനം. ഇന്നലെ അത് പൂർത്തിയായി. ഇന്ന് ഇലക്ഷൻ പ്രഖ്യാപിച്ചു. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ എന്നുണ്ടാവും എന്നുള്ളതാണ് ചോദ്യം. ഉടനുണ്ട്, പ്രഖ്യാപിച്ചതല്ല ഉള്ളൂ. സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്ന് വൈകുന്നേരം CPIയുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ MLA-മാരാണല്ലോ മത്സരിക്കുന്നത്. അവർക്ക് അതിൻ്റെ 62 MLA-മാർക്ക് വീണ്ടും സീറ്റ് കൊടുക്കുന്നു. നമ്മൾ 21 തുടങ്ങണം. അപ്പോൾ നമ്മൾ പ്രഖ്യാപനം ഉടനെ ഉണ്ടാവും. സുധാകരനെ തട്ടി സ്ഥാനാർത്ഥിത്വം വൈകുന്നു എന്നുള്ളതാണ് പൊതുവേ ഒരു. നിങ്ങളെല്ലാവരാണ് സുധാകരനായിട്ട് വട്ട് തട്ടുന്നത്. ഞങ്ങൾ ഒരിക്കലും സുധാകരനെ തട്ടിയിട്ടില്ല. മനസ്സിലായി വേണമെന്നുള്ളത് തന്നെയാണോ എല്ലാവരുടെയും? ഏതാ സുധാകരൻ വേണമെന്നുള്ളതാണ് അല്ല, അത് ഞങ്ങളുടെ പാർട്ടിക്കൊരു സിസ്റ്റമുണ്ട്. സ്ഥാനാർത്ഥികൾ ഇവിടുന്ന് സ്ക്രീനിങ് കമ്മിറ്റി കൂടി അത് CECക്ക് വിട്ട് CEC ആണ് ഫൈനൽ ലിസ്റ്റ് പ്രഖ്യാപിക്കുന്നത്. ആ ലിസ്റ്റിൽ ആരൊക്കെ ഉണ്ടാവുമെന്ന് സ്ക്രീനിങ് കമ്മിറ്റിക്കും അതുപോലെ തന്നെ CECക്കും അല്ലാതെ സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റിയാണ് അന്തിമമായി ലിസ്റ്റ് പ്രഖ്യാപിക്കുന്നത്. അവർക്കല്ലാതെ ആർക്കും അറിയില്ല. ഇപ്പോൾ ആസാമിലെ ലിസ്റ്റ് പ്രഖ്യാപിച്ചല്ലോ, ഞങ്ങൾ പ്രഖ്യാപിച്ചല്ലോ, മുഴുവൻ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു, മുന്നണി സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു. കേരളത്തിലും താമസിയാതെ കോൺഗ്രസിൻ്റെയും UDFൻ്റെയും സ്ഥാനാർത്ഥികളെ മുഴുവൻ പ്രഖ്യാപിക്കും. അത് ഇപ്പോൾ ഭരിക്കുന്ന ആളുകൾക്ക് MLA-മാർക്ക് സീറ്റ് കൊടുത്തുകൊണ്ടാണ് അവർക്ക് പെട്ടെന്ന് പ്രഖ്യാപിക്കാൻ പറ്റിയത്. ഞങ്ങൾ പ്രതിപക്ഷത്താണ്, ഞങ്ങളും ഉടനെ പ്രഖ്യാപിക്കും. എത്ര ദിവസം ഏകദേശം കാത്തിരിക്കേണ്ടി? നിങ്ങളങ്ങനെ കാത്തിരിക്കുകയേ വേണ്ട. നിങ്ങളെ അങ്ങനെ കാത്തിരുന്ന് നിങ്ങളുടെ പെടലി കഴിക്കുന്നൊരു ഇല്ല. പെട്ടെന്ന് അനൗൺസ് ചെയ്യും. തീർച്ചയായിട്ടും. ഞാനോ? എന്നെ കാസർഗോട്ടെ ജനങ്ങൾ 1,640,000 വോട്ട് കേടി ജയിപ്പിച്ചത് MLA ആകാനല്ല, MP ആകാനാണ്. 7 MLA-മാർ ചേരുന്നതാണ് ഒരു MP. അപ്പൊ ഞാനൊരു MLA-ക്ക് പോയിട്ട് കാര്യമുണ്ടോ? 7 MLA-മാരുടെ നേതാവാണ് ഞാൻ. അപ്പോൾ ഒരു MLA ആയിട്ട് ചുരുങ്ങാൻ പറ്റുമോ എനിക്ക്? അതെ, എല്ലാവരും അത് മനസ്സിലാക്കണം. 7 MLA-മാരാണോ വലുതോ ഒരു MLA ആണോ?